ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിരുന്നത് ബ്രെയിൻ എന്താണെന്നുള്ളതും അതിൻ്റെ മേജർ പാർട്സ് എന്തൊക്കെ വരുന്നതെന്നുള്ളൊരു കാര്യമാണ് നിർത്തിയിരുന്നത്. അതിൻ്റെ ലോബ്സ്, ജസ്റ്റ് അതിൻ്റെ ഒരു അനാട്ടമി, ആ ഒരു ഏരിയയാണ് നമ്മൾ പറഞ്ഞു പോയത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഒരു ഏരിയ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ബ്രെയിനിൻ്റെ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഫോർ ബ്രെയിൻ. It forms the largest part of the brain. It can consist of cerebrum, thalamus and hypothalamus. ഏതാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നതാണ് ഇത് നമ്മളെ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിലേതൊക്കെ നമ്മളെ സെറിബ്രം, തലാമസ്, അതേപോലെ ഹൈപ്പോതലാമസ് ആണ് എന്ത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫോർ ബ്രെയിൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു കോംപ്ലക്സ് കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്, വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റീസ് ആൻഡ് സെൻസറി ആൻഡ് അസോസിയേറ്റീവ് ഫങ്ഷൻ. നമ്മളെ വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റീസും സെൻസറി ഫങ്ഷൻസും ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഒരു ക്രൂഷ്യൽ റോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു ഭാഗത്തിന് ഫോർ ബ്രെയിൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ എന്താ, ദ ഫങ്ഷൻ ഓഫ് ദ ഫോർ ബ്രെയിൻ ഇൻക്ലൂഡ്സ് കൺട്രോളിങ് ദ ബോഡി ടെമ്പറേച്ചർ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ, എക്സ്പ്രഷൻ ഓഫ് ഇമോഷണൽ റിയാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. നമ്മളിത് ഫോർ ബ്രെയിൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ എന്താ, സെറിബ്രത്തിൻ്റെയും തലാമസിൻ്റെയും ഹൈപ്പോതലാമസിൻ്റെയും മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആലോചന തന്നെ മതി. അതിൽ സെറിബ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്താ, ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മോട്ടോർ ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്. തലാമസ് എന്ത് നമ്മളെ സെൻസറിയും അതുപോലെ തന്നെ നമ്മളെ സ്ലീപ്പ് ആ ഒരു കാര്യങ്ങളൊക്കെ എന്തുണ്ട്, തലാമസിന് റോളുണ്ട്. ഇനി ഹൈപ്പോതലാമസിൻ്റെ അമിഗ്ഡാല ആ ഏരിയയിലൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മളെ ഇമോഷണൽ എക്സ്പ്രഷനും ഇമോഷണൽ റിയാക്ഷനും മോട്ടിവേഷനൊക്കെ എന്തുണ്ട് ഒരു വലിയ റോള് അല്ലെങ്കിൽ അതൊരു ഫങ്ഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദ വേരിയസ് പാർട്സ് ഓഫ് ദ ഫോർ ബ്രെയിൻ ആർ എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. ഏതൊക്കെയാണ് നമ്മളെ ഫോർ ബ്രെയിൻ്റെ വേരിയസ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ നമ്മളെ സെറിബ്രം, അതേപോലെ തലാമസ്, ഹൈപ്പോതലാമസ്, ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മേജറായിട്ട് ഇതിൻ്റെ കാര്യം നമ്മൾ ഈസിയായിട്ട് പഠിച്ച തന്നെ. ഇറ്റ് ഫോംസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഏതാണ് നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറിബ്രം എന്ന് പറയുന്നത്. ദെൻ ദ സെറിബ്രം ഹാൻഡിൽസ് കോൺഷ്യസ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. ഏതാ നമ്മളെ സെറിബ്രാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കോൺഷ്യസ് തോട്ട്സും ആക്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻസ്, മെമ്മറി, കോഗ്നിഷൻ അതിനൊക്കെ പറയാൻ പറ്റും. ഇറ്റ് ലോങ്ങിറ്റ്യൂഡിനലി ഡിവൈഡഡ് ഇൻ ടു ഹാവ്സ് ദാറ്റ് ആർ കണക്റ്റഡ് ബൈ ദ കോർപ്പസ് കാൾസം. സെറിബ്രൽ ഹെമിസ്ഫിയർ ഈസ് കവേർഡ് ബൈ എ ലെയർ ഓഫ് സെൽസ് കാൾഡ് സെറിബ്രൽ കോർട്ടെക്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫോൾസ്. ഇതിൻ്റെ ഈ ഒരു മടക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഫോൾസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏതാണ് ഒരു സെറിബ്രൽ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ലെയേഴ്സായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് എന്ത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയായിട്ട് കവേർഡ് ആയിട്ടാണ് എന്ത് ഈ ഒരു ഭാഗം മെയിനായിട്ട് സെറിബ്രൽ കോർട്ടെക്സ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ സെറിബ്രം വരുന്നത്. ദ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് റെഫേർഡ് ടു ആസ് ദ ഗ്രേ മാറ്റർ ഡ്യൂ ടു ഗ്രേയിഷ് അപ്പിയറൻസ്. ഏതാ ഈ ഒരു സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്താ ഒരു ഗ്രേയിഷ് അപ്പിയറൻസ് ഉള്ളതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രേ മാറ്റർ എന്നും നമ്മൾ പറയും. ദ സെറിബ്രൽ കോർട്ടെക്സ് ഡിവൈഡഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഏരിയാസ് ആസ് ഫോളോസ്. ഏതാ ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സെറിബ്രൽ കോർട്ടെക്സിനെ. മോട്ടോർ ഏരിയ, സെൻസറി ഏരിയ, അസോസിയേഷൻ ഏരിയ. അതെന്തൊക്കെയെന്നുള്ളൊരു കാര്യം നോക്കാം. മോട്ടോർ ഏരിയ ലൊക്കേറ്റഡ് ഇൻ ദ ഫ്രോണ്ടൽ ലോബ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സ്. ഏതാ നമ്മളൊരു ഫ്രോണ്ടൽ ലോബിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രോണ്ടൽ ലോബ്, ഒസിപിറ്റൽ ലോബൊക്കെ എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം എന്താണ് നമ്മളെ ഫ്രണ്ടൽ ലോബിലാണ് ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ നമ്മളെ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സ്, നമ്മളെ കയ്യും കാലും എങ്ങനെ ആക്ഷൻ ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളൊരു കാര്യങ്ങളിലൊക്കെ വലിയൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ സെൻസറി ഏരിയ ഇറ്റ് റിസീവ്സ് ആൻഡ് പ്രോസസ്സസ് സെൻസറി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് പെയിൻ. ഏതാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്താ സെൻസറി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ നമ്മളുടെ ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ മുതലുള്ള ആ ഒരു കാര്യങ്ങളതിനൊക്കെ കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
Then association area. They integrate and process information from various sensory and motor areas to support complex functions such as perception, language, memory and problem solving. നമ്മളെ റിക്കോഗ്നിഷൻ്റെ ഏരിയ കാര്യമാണ് പറയുന്നത്. അസോസിയേഷൻ ഏരിയ എന്താണ്, നമ്മൾ ഇൻഫർമേഷൻസും സെൻസറി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതാ പെർസെപ്ഷനും ലാംഗ്വേജും മെമ്മറി പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കി പോവുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. സെറിബ്രം. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെറിബ്രം എന്താണെന്നുള്ളത് അതിൻ്റെ മേജറായിട്ടുള്ളൊരു ഫങ്ഷൻസുമായിട്ട് പറയുന്നത്. സെറിബ്രൽ ഹെമിസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് ഫൈബേഴ്സ് ദാറ്റ് ആർ കവേർഡ് വിത്ത് മൈലിൻ ഷീത്ത്. ഏതാ ഫൈബേഴ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മൈലിൻ ഷീത്തായിട്ട് കവേർഡ് ആണെന്നാണ് പറയുന്നത്. ദേ ഗിവൻ ഒപ്പേക്ക് വൈറ്റ് അപ്പിയറൻസ് ഇൻ ദ ലെയർ ഹെൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. ഏതാ നേരത്തെ ഗ്രേ മാറ്ററിൻ്റെ പറഞ്ഞു, ഗ്രേഷ് കളറിൽ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു വൈറ്റ് അപ്പിയറൻസ് വരുന്നതുകൊണ്ട് എന്തുണ്ട്, അവിടെ വൈറ്റ് മാറ്റർ എന്നും പറയുന്നു. ഓക്കെ, then the next one is thalamus. സോ നമ്മൾ ഇവിടെ പറയുന്നത് തലാമസ് എന്താണല്ലോ അതിൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദ തലാമസ് ഈസ് ലൊക്കേറ്റഡ് ഡീപ്പ് വിത്തിൻ ദ ഫോർ ബ്രെയിൻ. ഏതാണ്, നമ്മളെ ഡീപ്പ് വിത്തിൻ ദ ഫോർ ബ്രെയിനിലാണ് എന്ത് വരുന്നത്, നമ്മളെ തലാമസ് മെയിനായിട്ട് വരുന്നത്. കണ്ടോ, ഈ ഒരു ഏരിയ, ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുക, തലാമസ് എന്ന് പറയുന്നത്. അതിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ചിലായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള അതാണ് ഡീപ്പ് ബ്രെയിൻ ഏരിയ എന്ന് പറയുന്നത്, ഡീപ്പ് ഫോർ ബ്രെയിൻ. സിറ്റുവേറ്റഡ് അബൌട്ട് ദ ബ്രെയിൻ സ്റ്റം, ദ തലാമസ് ഈസ് എ ഗ്രേ മാറ്റർ സ്ട്രക്ചർ ഓഫ് ദ ഡൈൻസെഫലിൻ. ഏതാണ്, ഒരു ഗ്രേ മാറ്റർ സ്ട്രക്ചറിലാണ് എന്ത്, ഈ ഒരു തലാമസ് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ അബൌട്ട് ദാറ്റ് മീൻസ് ഇതാണ്ടോ ഇവിടെ ഈ ഒരു ഭാഗം, ഇതാണ് ഈ ഒരു പോർഷനാണ് ബ്രെയിൻ സ്റ്റെം. അതിൻ്റെ താഴേക്ക് ഇറങ്ങിയ പിന്നെ സ്പൈനൽ കോഡ്. അപ്പോൾ അവിടെ ആയിട്ടാണ് എന്ത്, നമ്മളെ തലാമസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഫോർ സെൻസറി ഇൻഫർമേഷൻ എൻ്ററിങ് ദ ബ്രെയിൻ. ഇറ്റ് റിസീവ് സെൻസറി ഇൻപുട്ട് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ഇൻക്ലൂഡിംഗ് ദ ഇയർ, സ്കിൻ, ഐസ് എക്സെട്ര, ആൻഡ് ദെൻ ട്രാൻസ്ഫേഴ്സ് ദിസ് ഇൻഫർമേഷൻ ടു ദ സ്പെസിഫിക് റീജിയൻസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് ഫോർ ഫർദർ പ്രോസസ്സിംഗ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് തലാമസ് ഈസ് കീപ്പിംഗ് യു അവൈക്ക് ആൻഡ് അലേർട്ട്. ഏതാ, നമ്മളെ അവൈക്കും അലേർട്ടും ആക്കിയിട്ടിരുത്തുക എന്നുള്ളതാണ് എന്ത്, തലാമസിൻ്റെ മേജറായിട്ടുള്ളൊരു ഫങ്ഷൻസ്. ഏതാ, അതുപോലെ തന്നെ നമ്മളെ വേരിയസ് ആയിട്ടുള്ള ബാക്കി ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ, അത് ബ്രെയിനിലേക്ക് എത്തിക്കുക, ബ്രെയിനിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും തിരിച്ച് ആ ഒരു ഏരിയയ്ക്കും പാർട്സിക്കും എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളത് മേജറായിട്ടുള്ളൊരു ഫങ്ഷൻ ആണെന്നാണ് പറയുന്നത്. ദെൻ hypothalamus location in brain at the base of thalamus. ഏതാ, നമുക്ക് നോക്കാം അതിൻ്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്. ഇതാണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു ബേസ് ഓഫ് തലാമസിലാണ് എന്ത് വരുന്നത്, നമ്മളെ ഹൈപ്പോതലാമസിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. ഒരു ചെറിയ ഏരിയയാണ്, പക്ഷെ എന്താ അത്യാവശ്യം മേജർ പരിപാടികളൊക്കെ എന്തുണ്ട്, ഹൈപ്പോതലാമസിലാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് എ മേജർ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. കണ്ടോ, നമ്മൾ സെൻസറിയും അതുപോലെ മോട്ടോർ സിഗ്നലിങ്ങിലും എന്തുണ്ട്, നമ്മളെ ഈ ഒരു ഹൈപ്പോതലാമസിനാണ് വലിയൊരു വേഗമുള്ളത് അല്ലെങ്കിൽ റോളുള്ളതെന്നാണ് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂറോ സെക്രട്ടറി സെൽസ് വിച്ച് സെക്രീറ്റ് ഹോർമോൺസ് കാൾഡ് ഹൈപ്പോതലാമിക് ഹോർമോൺസ്. ഏതാണ്, ഈ ഒരു ന്യൂറോ സെക്രട്ടറി സെൽസും അതുപോലെ തന്നെ എന്താ ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസിന്ന് സെക്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ ഹൈപ്പോതലാമസ് കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ, ആർഗ്യൂ ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഏതാ, ബോഡി ടെമ്പറേച്ചറും പിന്നെ അതുപോലെ തന്നെ ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങും ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതിനുള്ളൊരു ടെൻഡൻസി മേ ബി ഹൈപ്പോതലാമസ് എന്തെങ്കിലും ഡാമേജോ ഇഞ്ചുറിയോ ഒക്കെ വരുമ്പോൾ ഈറ്റിങ്ങിലും ഡ്രിങ്കിങ്ങിലും ഒക്കെ എന്ത് വരും, ഇഷ്യൂസ് വരുന്നുണ്ടായിരിക്കും. Your hypothalamus receives chemical messages from nerve cells in your brain and from nerve cells in your body, your peripheral nervous system, which also respond to signals outside your body. എന്താണ്, നമ്മളെ ഹൈപ്പോതലാമസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജസ് നെർവ് സെൽസ് നിന്നും കാര്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ, ആ ഒരു സിഗ്നൽസിന് ഔട്ട്സൈഡ് ബോഡിക്ക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മെസ്സേജസും കാര്യങ്ങളും കറക്റ്റായിട്ട് ആ സെൻസറി മോട്ടോറും ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. യുവർ ഹൈപ്പോതലാമസ്
മെയിൻ ഫങ്ഷൻ ഈസ് ടു റിയാക്ട് ടു ദീസ് മെസ്സേജസ് ടു കീപ്പ് യുവർ ബോഡി ഇൻ എ സ്റ്റേബിൾ സ്റ്റേറ്റ് ഓർ ഇന്നർ ബാലൻസ്. എന്താ മേജറായിട്ട് ഈ ഒരു ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മെസ്സേജസ് കീപ്പ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഇൻറ്റേർണൽ ബാലൻസും സ്റ്റേബിൾ സ്റ്റേറ്റ് ഒക്കെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് യു മേ ഹാവ് സ്മാർട്ട് കൺട്രോൾ സിസ്റ്റം to seamlessly manage all functions in your home, your hypothalamus is your body smart control coordinating center. നമ്മൾ എന്താ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയുടെ ഒരു സ്മാർട്ട് കൺട്രോൾ ഏരിയയാണ്, അല്ലെങ്കിൽ എന്താ ഒരു നമ്മളെ സ്മാർട്ട് കൺട്രോൾ, നമ്മൾ ഓവറോൾ നമ്മളെ ബോഡിത്തെ എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ എന്നാണ് പറയുന്നത്. സോ നമ്മളതിൽ ഫോർ ബ്രെയിൻ എന്താന്ന് പറഞ്ഞു. ഫോർ ബ്രെയിൻ പഠിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ പാർട്ടാണ്. ദെൻ അതിൽ മേജറായിട്ട് വരുന്ന ഏരിയ CTH, ദാറ്റ് മീൻസ് സെറിബ്രം തലാമസ് ഹൈപ്പോതലാമസ്. ഇതാണ് എന്ത് മേജറായിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. മിഡ് ബ്രെയിൻ ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ സ്റ്റെം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ മെസെൻസെഫലോ. ദാറ്റ് മീൻസ് ഏതാ ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്, നമ്മളെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഒക്കെ അവിടെയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ എന്താ പറയുക, മിഡ് ബ്രെയിൻ എന്ന് പറയുക. കണ്ടോ, ഇതിൽ ഒരു വയലറ്റ് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ആ ഒരു കുറച്ച് ഭാഗം, വളരെ കുറച്ച് ഭാഗം, അതിനാണ് നമ്മൾ എന്താ പറയുക, മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തലാമസ് ഓർ ഹൈപ്പോതലാമസ് ഔട്ട് ഓഫ് ദ ഫോർ ബ്രെയിൻ ആൻഡ് പോൺസ് ഓഫ് ദ ബ്രെയിൻ. ഏതാ ഹൈപ്പോതലാമസ് ലൊക്കേറ്റ് ചെയ്തിരുന്നത് തലാമസിൻ്റെയും ഹൈപ്പോതലാമസിൻ്റെയും ഫോർ ബ്രെയിൻ്റെയും അതുപോലെ തന്നെ ഏതാ മിഡ് ബ്രെയിൻ്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ടാണ് ഹൈപ്പോതലാമസ് ഇതാക്കിയിട്ടുള്ളത്. അത് നമ്മളുടെ ഏരിയ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ദെൻ മിഡ് ബ്രെയിൻ ഫങ്ഷൻസ് നമ്മളിവിടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. സിമ്പിളി പറയുകയാണെങ്കിൽ ഏതാ വിഷ്വൽ സ്റ്റിമുലി, അതുപോലെ തന്നെ ഓഡിറ്ററി മോട്ടോർ റിഫ്ലക്സും, പിന്നെ എന്താ ഓഡിറ്ററി ഇൻഫർമേഷൻ. അതിലൊക്കെയാണ് നമ്മൾ എന്ത് കാഴ്ച കേൾവി, ഈ ഒരു രണ്ട് കാര്യത്തിലാണ് ട്രൂ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി, ഈ ഒരു രണ്ട് കാര്യങ്ങൾക്കാണ് എന്ത് മേജറായിട്ട് മിഡ് ബ്രെയിൻ്റെ ഒരു റോള് വരുന്നതെന്നാണ് പറയുന്നത്. ദെൻ ദ മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ടാക്ടം ആൻഡ് ടാഗ്മെൻറ്റം. ഇതെന്താണെന്നുള്ളത് പറയാം. ടെക്ടം ആൻഡ് ടാഗ്മെൻറ്റം. Tectum consists of two main structures, the superior collicles which primarily process visual information. Tectum for visual information, superior colliculars ആണ് എന്ത് അവിടെ വിഷ്വൽ ഇൻഫർമേഷൻ മേജറായിട്ട് നോക്കുന്നതെന്നാണ് പറയുന്നത്. The inferior colliculars which primarily involved in auditory processing. ഏതാ superior that for screening അങ്ങനെയൊക്കെ നമുക്ക് ഇതാക്കാം. അപ്പോൾ inferior that means ഹിയറിങ്, അല്ലെങ്കിൽ ഏതാ ആ ഒരു കാര്യത്തിന് ഹിയറിങ്, ആ ഒരു കാര്യത്തിന് ഇതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫീരിയർ കോളിക്കുലേഴ്സ് പ്രൈമറിലി ഇൻവോൾവ് ഇൻ ഓഡിറ്ററി പ്രോസസ്സിങ്ങും സുപ്പീരിയർ കോളിക്കുലേഴ്സ് എന്താണ് നമ്മളെ വിഷ്വൽ ഇൻഫർമേഷനിലും. ദീസ് സ്ട്രക്ചേഴ്സ് പ്ലേ എസെൻഷ്യൽ റോൾ ഇൻ കോർഡിനേറ്റിംഗ് റിഫ്ലെക്സീവ് റെസ്പോൺസസ് ടു ദ സെൻസറി സ്റ്റിമുലി. ഈ ഒരു സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കറക്റ്റായിട്ടുള്ളൊരു റിഫ്ലെക്സീവ് റെസ്പോൺസ്, കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ കറക്റ്റായിട്ട് വർക്ക് ചെയ്താലാണ് നമുക്ക് എന്ത് അത് കേൾക്കാനുള്ളതാണോ, അല്ലെങ്കിൽ ആ സ്റ്റിമുലി മീൻസ് ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ, ഇപ്പം നമ്മൾ ഏതെങ്കിലും കാണുക കേൾക്കുക ഒരു പാട്ട് കേൾക്കുക, ആ ഒരു സ്റ്റിമുലി ആണെങ്കിൽ അത് ഓഡിറ്ററി എന്നുള്ള അവിടെ കറക്റ്റായിട്ട് എന്ത് എസെൻഷ്യലി റോളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടെക്ടം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ദെൻ ടാഗ്മെൻറ്റം ഈസ് സിറ്റുവേറ്റഡ് ബിനീത്ത് ദ ടെക്ടം. It processes and modulates pain signals. The reticular formation in the tegmentum regulates sleep wake cycle and overall alertness. The tegmentum helps control autonomic functions like heart rate, blood pressure and respiration. നമ്മളുടെ ദഹനം, അതേപോലെ ഹേർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ടാഗ്മെൻറ്റത്തിനാണ് വലിയൊരു റോള് വരുന്നത്, അല്ലെങ്കിൽ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഓട്ടോണോമിക് ഫങ്ഷൻസിനൊക്കെ. പിന്നെ ഏതാ നമ്മളതിനെ അലേർട്ടായിട്ടിരിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മേജറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ആൾസോ കോൺട്രിബ്യൂട്ട്സ് ടു സെൻസറി പ്രോസസ്സിങ് ആൻഡ് ഇൻ്റഗ്രേഷൻ. ഏതാ സെൻസറി പ്രോസസ്സിങ്ങിൽ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടാഗ്മെൻറ്റം
വലിയ റോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ വേരിയസ് ഫങ്ഷൻ പെർഫോംഡ് ബൈ മിഡ് ബ്രെയിൻ. വേറെ വേരിയസ് ആയിട്ടുള്ള മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മാത്രം. ദ മിഡ് ബ്രെയിൻ കണ്ടെയ്ൻസ് ദ സുപ്പീരിയർ കോളിക്കുലസ് വിച്ച് പ്രോസസ് വിഷ്വൽ ഇൻഫർമേഷൻ ഓർ ഹെൽപ്സ് ഡയറക്റ്റ് ഐ മൊമെൻറ്റ്. മിഡ് ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? സുപ്പീരിയർ കോളിക്കുലസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഈ ഒരു വിഷ്വൽ ഇൻഫർമേഷൻസും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഐ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് മേജർ റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ഇൻഫീരിയർ കോളിക്കുലസ് ഈസ് ഇൻവോൾവ് ഇൻ ഓഡിറ്ററി പ്രോസസ്സിംഗ് ആൻഡ് ഹെൽപ്സ് കോർഡിനേറ്റ് റിഫ്ലക്സ് ഇൻ റെസ്പോൺസ് ടു ഓഡിറ്ററി സ്റ്റിമുലി. ഇൻഫീരിയർ കോളിക്കുലസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്ററി പ്രോസസ്സിങ്ങിലും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യാനും റിഫ്ലക്സ് റെസ്പോൺസിനും അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്ററി സ്റ്റിമുലി മനസ്സിലാക്കാനും വലിയ റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത കാര്യം തന്നെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്തു എന്ന് പറയാമെന്ന് മാത്രം. ദ മിഡ് ബ്രെയിൻ ഹെൽപ്സ് കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ ആൻഡ് റെഗുലേറ്റ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. നമ്മളെ സ്ലീപ്പ് വേക്ക് സൈക്കിളും അതുപോലെ തന്നെ നമ്മൾ ഓട്ടോണോമിക് ഫങ്ഷൻസും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു റോള് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത്, നമ്മളെ മേജറായിട്ട് നമ്മളെ ഇതിലെന്തൊക്കെ നമ്മളെ മിഡ് ബ്രെയിനിൽ വരുന്ന ഏരിയാസും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്.